ഡി സതീശനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് എം സ്വരാജ്. സതീശൻ ആവർത്തിച്ച് നുണ പറയുന്നുവെന്നും വയനാട് ഫണ്ട് അടിച്ചു മാറ്റിയത് കോൺഗ്രസ് ആണെന്നുമാണ് സ്വരാജിന്റെ ആരോപണം. സർക്കാരിന് പ്രതിപക്ഷ നേതാവ് മാർക്ക് നൽകേണ്ട എന്നും ജനം മാർക്ക് നൽകുമെന്നും എം സ്വരാജ് പറഞ്ഞു. സഹൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വോട്ടെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇനി ദിവസങ്ങൾ മാത്രം വോട്ടെടുപ്പിന് നിൽക്കുന്നു, ഒരു പ്രതീക്ഷ എന്താണ്? ഒപ്പം തന്നെ UDF പറയുന്നത് ഈ പറയുന്ന സർക്കാരിന് പാസ് മാർക്ക് പോലും ലഭിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ നുണയനായി CPM ചിത്രീകരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് ഈ നുണകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് VD സതീശൻ്റെ ആരോപണം. എങ്ങനെയാണ് CPM-ഉം ഇടതുമുന്നണിക്ക് ഇതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലെ സർക്കാരിന് പാസ് മാർക്ക് പോലും ലഭിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറഞ്ഞേ തീരൂ. അതല്ലാതെ സർക്കാരിന് വലിയ അംഗീകാരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം എന്ന നിലയിൽ മാത്രമേ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ നുണയനായിട്ട് ചിത്രീകരിക്കുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതല്ല പ്രശ്നം. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചിത്രീകരിക്കുന്നില്ല. പക്ഷേ അബദ്ധത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു നിലയിലേക്ക് അദ്ദേഹം എത്തി എന്നത് അദ്ദേഹം തെളിയിക്കുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുൻപാകെയല്ലേ അദ്ദേഹം വയനാട്ടിൽ വീട് പണി തുടങ്ങി എന്ന് പറഞ്ഞത്. എത്ര രോഷാകുലനായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പോയി നോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടെ വീട് പണിയുടെ യാതൊരു ലക്ഷണവുമില്ല. വീട് പണി നടത്തുന്നതിന് ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു കളവാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, അങ്ങനെ ഒരു പോസ്റ്റേ ഇല്ല, അങ്ങനെ ഒരു ഫേസ്ബുക്കേ അദ്ദേഹത്തിനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ മുൻ KPCC പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അത് ഞാൻ തന്നെ ഇട്ട പോസ്റ്റാണെന്ന് പറഞ്ഞു. പറഞ്ഞതെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്തത്. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ല. അപ്പോൾ തന്നെ ഒരു ഡീൽ ആരോപണത്തിൽ തന്നെയാണ് UDF ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും UDF ഇത്തരം ഒരു ആരോപണം ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെനിക്ക് തോന്നുന്നു റിസൾട്ട് വരുമ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞ് പറയാനുള്ള ന്യായം നേരത്തെ പറയുന്നതാണ്. ഈ ന്യായമാണ് അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പറയാൻ പോകുന്നതെന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. 60 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായി തന്നെ RSSുമായി ബന്ധമുണ്ടാക്കിയവരാണ് കോൺഗ്രസ്. ഈ UDF-നെതിരെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഈ ശവന്തിനി പ്രയോഗമൊക്കെ സ്വാഭാവികമായും അത് ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ CPM-ന് ദോഷം ചെയ്യില്ലേ? അതെങ്ങനെയാണ്? അവരല്ലേ മറ്റേ മൃതശരീരങ്ങൾ കാണിച്ച് പണം സമാഹരിക്കുകയും അത് മോഷ്ടിക്കുകയും ചെയ്തത്. കോൺഗ്രസ് കൊള്ള നടത്തിയത് എങ്ങനെയാണ് ഞങ്ങൾക്കെതിരായിട്ട് പറയുക? അത് കോൺഗ്രസിനെതിരായിട്ട് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്യുക. ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഐക്യമുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുകൾ ഉണ്ടെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ട്? അല്ല, ചരിത്രത്തിലുടനീളം അതുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം പരസ്യമായ സഖ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് തെരഞ്ഞെടുപ്പിലും സംഭവിച്ചിട്ടുള്ളതാണ് ഇത്തരം നീക്കുപോക്കുകൾ, ധാരണകൾ കോൺഗ്രസും BJP-യും തമ്മിൽ. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാം, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐക്യം ഉണ്ടാകും എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും എം സ്വരാജ് നൽകുന്നുണ്ട്.